ഹലോ, എല്ലാവർക്കും ഡി എസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു 4 മണി പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. സുഖിയനാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. നമ്മൾ ചെറുപയർ കൊണ്ടാണ് സുഖിയൻ ഉണ്ടാക്കുന്നത്. അത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. എന്നാൽ റെസിപ്പിയിലോട്ട് പോകാം. ഇതിനു വേണ്ടി ഞാനിവിടെ 1.5 കപ്പ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. ഇത് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുള്ള ചെറുപയറാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. കുതിർത്തി വെച്ചിട്ടുള്ള ചെറുപയറാണ് വേവിച്ചെടുക്കുന്നത്. ഇനി ഇത് അടുപ്പിലോട്ട് വെച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് വരട്ടെ. ആ സമയത്ത് നമുക്കിതിൻ്റെ ബാറ്റർ റെഡിയാക്കി വെക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 1.5 കപ്പ് മൈദയാണ് എടുക്കുന്നത്. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പക്കാരാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതും കൂടി ഇട്ട് കൊടുത്ത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് ഇത് ഒരു ബാറ്റർ തയ്യാറാക്കാം. അധികം ലൂസായി പോവാണ്ട് നോക്കണം. ഇതിപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. മിക്സാക്കി എടുത്തതിന് ശേഷം ഇത് മൂടി വെക്കാം. ഇപ്പോൾ നമ്മളെ ചെറുപയറെല്ലാം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിനി മാറ്റി വെക്കാം. ഈ സമയത്ത് മധുരത്തിന് ആവശ്യമായ വെള്ളം ഉരുക്കിയെടുക്കണം. ഒരു 3 അച്ച് വെല്ലമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. വെള്ളം ഉരുകി വന്നിട്ടുണ്ട്. അത് അരിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇതാ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ഉരുക്കി അരിച്ചു വെച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. അതിലേക്ക് 1 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു ചെറിയ തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് സെറ്റാക്കി എടുക്കണം. ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചെറുപയറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് സെറ്റാക്കി എടുക്കാം. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ചുക്ക് പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തണുത്ത് വരട്ടെ. തണുത്ത് വന്നതിന് ശേഷം നമുക്ക് ബോളാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ ചെറുപയറെല്ലാം ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഞാൻ ബോളാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. ഇതെല്ലാം ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മളെ ബാറ്ററെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പൊ എണ്ണ വെച്ച് ചൂടായിട്ടുണ്ട്. ഇനി ഇത് ഓരോ ബോളും ഈ ബാറ്ററിലേക്ക് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പൊ ഇതാ നമ്മുടെ സുഖിയനെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എന്നാ അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.